ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പടം വെച്ചുള്ള ചമ്മന്തിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തി. എല്ലാവരും കണ്ടു നോക്കൂ കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം പപ്പടം വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ 5 പപ്പടമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് 5 വറുത്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ, ഇഞ്ചി, ചുവന്നുളക്, ചുവന്നുള്ളി, കറിവേപ്പില, ഇത്രയും പുളി, പിന്നെ ഇത്രയും ഐറ്റംസായിട്ട് ഇവിടെ ഇതിൽ ആവശ്യമുള്ളത്. നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിലേക്ക് ചുവന്നുള്ളി അടയാം. അടിപൊളി ചമ്മന്തി ഇട്ടത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചുവന്നുളക് ആഡ് ചെയ്യണം, ചുവന്നുള്ളി ആഡ് ചെയ്യണം. അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി എന്നിവ കൂടി ആഡ് ചെയ്യണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നമുക്കത് ഇളക്കിയെടുക്കണം കേട്ടോ. എല്ലാവർക്കും എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്നിവിടെ മഴയാട്ടോ. നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നല്ലൊരു മണം കേട്ടോ. ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു ചമ്മന്തിയല്ല, ഒരു തേങ്ങ വറുത്തതിൻ്റെയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടാകുമ്പോൾ, മുളകും എല്ലാത്തിൻ്റെയും നല്ല കറിവേപ്പിലേക്ക് ഇതിൻ്റെ നല്ല അടിപൊളി മണമാട്ടോ വീശുന്നത്. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വയറ് നിറച്ച് ചോറിനാട്ടോ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ. വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കറിയും വേണ്ട കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ റെഡി ആയിട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറുന്നതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട്. കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പപ്പടം കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ പപ്പടം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.